നമ്മുടെ കൂടെയുള്ളത് രുദ്ര സിനിമയുടെ നായിക നിഷി ഗോവിന്ദാണ്. നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. എങ്ങനെയുണ്ട് രുദ്ര? രുദ്ര തന്നെയാണ്, രൗദ്രമാണ് രുദ്രയ്ക്ക് എപ്പോഴും. ഓക്കെ, രുദ്രനെ പറ്റി പറയുകയാണെങ്കിൽ അതിജീവനത്തിൻ്റെ ഒരു കഥയാണ് ഡയറക്ടർ പറയാൻ ശ്രമിച്ചിരിക്കുന്നതല്ല പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ശ്രീവർഷ സിനിമകൾ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സിനിമയാണ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അവൾ കുപിതയാണ്, ആർദ്രയാണ്, അനുരാഗിയാണെന്നുള്ളൊരു വാചകം ഞാൻ കണ്ടായിരുന്നു. ആ ഒരു വാചകം ഈ സിനിമയിലുണ്ടോ? 100%. അത് ആ വാചകം എന്തുകൊണ്ട് രുദ്രയ്ക്ക് എടുത്തു? ബിക്കോസ് ആ കഥാപാത്രം ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും കൂടിയാണ്. കുപിതയാണ്, ആർദ്രയാണ്, അനുരാഗിയാണ്. സിനിമയുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ വീടിൻ്റെ 2 ഇഞ്ച് ദൂരം നിന്നാണ് ചെയ്തത്. ഞങ്ങളുടെ മുഖ്യമന്ത്രിൻ്റെ സ്ഥലത്താണ് സിനിമ ചെയ്യുന്നത് എന്നുള്ള ഒരു ഇതെല്ലാവരുടെ അടുത്തും പറയാനൊരു ഇതുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ പെട്ടെന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ 2 ദിവസം കുറച്ച് വിഷമമുണ്ടായിരുന്നു. അതുകൂടാതെ ഡയറക്ടർ നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അതെനിക്ക് ഭയങ്കര പോസിറ്റീവായിരുന്നു. ബിക്കോസ് സ്റ്റാർട്ടിങ് മുതലേ ഡയറക്ടറാണ് എനിക്ക് എല്ലാ ഗൈഡ് ലൈൻസും തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് സീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര കൂളായിട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. പിന്നെ എല്ലാം നന്നായിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഒരു ശ്രീവർഷ സിനിമ ആകുമ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ആൾ, പുതിയൊരാൾ, അപ്പം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സിനിമ, ഒരു സ്ത്രീപക്ഷ സിനിമ എന്ന് പറഞ്ഞപ്പോൾ അത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അതുകൊണ്ട് തന്നെ ഞാനത് സെലക്ട് ചെയ്തത്. ബിക്കോസ് അതുകൊണ്ട് മീൻസ് അത് മാത്രമല്ല, അതെനിക്ക് ഭയങ്കര സന്തോഷം. ബിക്കോസ് നമ്മളൊരു സ്ത്രീയാണ്, ഒരു വ്യക്തി ആസ് എ ഹ്യൂമൺ എപ്പോഴും നമ്മൾക്ക് പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾക്കൊരാളുടെ തണലിൽ കാണിക്കാതെ, അല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ടീവായിട്ട് നിൽക്കാതെ നമ്മൾക്ക് ഫുൾ ഷോ കാണിക്കാനുള്ള ഒരു ഏരിയയാണ് ആസ് എ ഹ്യൂമൻ നമ്മളെപ്പോഴും നോക്കുക. അപ്പോൾ ഇങ്ങനൊരു സിനിമ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതെൻ്റെ ഭാഗ്യവും അതിലേറെ ഞാൻ ഒരു നല്ല ദൈവവിശ്വാസിയാണ്. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളൊരു സപ്പോർട്ടീവായിട്ടല്ലല്ലോ നിൽക്കുന്നത്. എൻ്റെ ഷോ ആണ് ആ സിനിമ എന്ന് പറഞ്ഞാൽ ഞാനാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി. സിനിമയുടെ ലൊക്കേഷൻ പിണറായി കണ്ണൂർ ഭാഗത്ത് മാത്രമായിരുന്നോ? കണ്ണൂർ ഭാഗത്ത് മാത്രമായിരുന്നു, പിണറായിൽ തന്നെയായിരുന്നു. എത്ര ദിവസത്തിൻ്റെ ഷൂട്ടായിരുന്നു? 23 ഡേയ്സ് ഷൂട്ട് എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ബാക്കി സീൻസൊക്കെ അവർ കുറച്ച് ഒരു 4-5 ദിവസം അവർ ചെയ്തിട്ടുണ്ട്. ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ? ഷൂട്ടിങ്ങും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ സിനിമയായിരുന്നു, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു നാട്ടിൻപുറത്തായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പച്ചയായിട്ടുള്ള മനുഷ്യന്മാരായിരുന്നു. മീൻസ് എല്ലാവരും ഇങ്ങനെ പോഷ്, അങ്ങനെ എന്താ പറയുക, ജാട അങ്ങനെയൊന്നും ഇല്ലാതെ പരിസരത്തുള്ളവരാണെങ്കിലും നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും ഒരു ഭയങ്കര പച്ചയായിട്ടുള്ള മനുഷ്യരായിരുന്നു. മീൻസ് വളരെ നമ്മളെടുത്ത് കോപ്പറേറ്റീവായിരുന്നു. ആൻഡ് അങ്ങനെ പ്രശ്നങ്ങൾ നല്ലായിരുന്നു. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഏതെങ്കിലും സീനുകളുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ്? അത് ക്ലൈമാക്സിലാണ്. ക്ലൈമാക്സ് വന്ന് അത് പറയാൻ പാടില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അതിൽ കൂടെ ഉണ്ടായിരുന്ന ഡയറക്ടർ സാറാണ്. അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷേ സാറായതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യവും പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അത് ഈ സിനിമേൻ്റെ ഒരു ഇതായിട്ടുള്ളൊരു നല്ലൊരു ഏരിയ ആയിരുന്നു അത്. ഏതെങ്കിലും ഷൂട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീനിൽ കൂടുതലായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? കൂടുതലായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടി വന്ന ഒരു സീനോ 2 സീനേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ഈ ഒരു എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി, അത് മാത്രമാണോ അതോ ഒരു പ്രണയം ഒക്കെ ചുവയ്ക്കുന്ന എന്തെങ്കിലും ഒരു സീന് വരുന്നുണ്ടോ? എല്ലാം ഉണ്ട്. ബോൾഡായിട്ടുള്ള ഒരു ലേഡി എന്നതിനപ്പുറം ബോൾഡാണെങ്കിലും നമ്മളൊക്കെ എത്ര ബോൾഡായാലും നമ്മളുടെ ഇൻസൈഡിലെല്ലാം ഉണ്ടാവും. മീൻസ് അത് എവിടെയാണ് വരേണ്ടത്, ചില മൊമെൻറ്റുകളിലേ അത് ഔട്ട്സൈഡിൽ വരൂ എന്നുള്ളതാണ്. അങ്ങനത്തെ പല മൊമെൻറ്റ്സുകളും ഈ ഒരു ഫിലിമിലുണ്ട്. ആ മൊമെൻറ്റ്സുകളിലെല്ലാം അതെല്ലാം എക്സ്പോസ് ആയിട്ട് വരുന്നുണ്ട്. പുതിയ ഏതെങ്കിലും സിനിമയിലേക്ക് പോകാനുള്ള പുതിയ സിനിമ ഓൾറെഡി ഞാനൊരു സിനിമ എഗ്രി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാനിപ്പം കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അത് അടുത്ത 2 മാസത്തിനിടയ്ക്ക് ഓഗസ്റ്റിലാണ് അത് ടൈം പറഞ്ഞിരിക്കുന്നത്. ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസുകൾ ഞാൻ വീണ്ടും എല്ലാവരോടും പറയും. അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ടും വേണം. ഇതിൽ സിനിമയ്ക്കായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സിനിമയ്ക്കായിട്ട്
മാറ്റങ്ങൾ ഉണ്ടായെന്ന് വെച്ചാൽ ഫിസിക്കലി കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് രുദ്രയിലേക്ക് കുറച്ച് ഫാറ്റ് എടുത്തിട്ട് വന്നു. അടുത്ത് അങ്ങനെയുള്ള മാറ്റങ്ങൾ എന്നല്ലാതെ ഇനി മാറ്റേണ്ടി വരാം ക്യാരക്ടറിനനുസരിച്ച്. ബിക്കോസ് രുദ്ര എപ്പോഴും എൻ്റെ ഒരു ക്യാരക്ടറിനോട് ടച്ച് ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു, ഒരു ബോൾഡ്നെസ് ആയിട്ടുള്ള. പക്ഷേ ഒറ്റയ്ക്ക് ഞാനൊരു സിംഗിളായിട്ട് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുന്നൊരു ഇതാണ്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു രുദ്ര. അതുകൊണ്ട് എനിക്ക് രുദ്രയ്ക്ക് വേണ്ടിയിട്ട് വലിയ മാറ്റങ്ങളൊന്നും വേണ്ടി വന്നില്ല. അപ്പോൾ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറേണ്ട ആവശ്യമുണ്ട്. ഇനി മാറേണ്ടി വരും, ബിക്കോസ് ഞാൻ സിനിമയിൽ കുറച്ചും കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്. ഒരു സിവിൽ ഉദ്യോഗസ്ഥ ആയ ഒരു വ്യക്തി പെട്ടെന്നൊരു രുദ്ര എന്നുള്ള ഒരു കഥാപാത്രത്തിലേക്ക് ആയി വരുമ്പോഴുള്ള ആ ഒരു മാറ്റം ഒന്ന് പറയുമോ? ഇല്ല, ഞാൻ അങ്ങനെ പെട്ടെന്ന് വന്നതല്ല സിനിമയിലേക്ക്. എനിക്ക് പണ്ട് ഞാൻ സിനിമ ഡാൻസ് ഒക്കെ ഉണ്ട്. അല്ല, രുദ്ര എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ലേഡിയാണ്, ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ലേഡി ആയിട്ടാണ് രുദ്ര എന്ന് പറയുന്ന കഥാപാത്രം രുദ്ര എന്ന സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സിവിൽ ഉദ്യോഗസ്ഥ ആയിട്ടുള്ള ഒരു വ്യക്തി പെട്ടെന്നൊരു രുദ്രയിലേക്ക് മാറുമ്പോഴുള്ള അവസ്ഥ? ഞാൻ ഒരിക്കലും ഒരു ഓഫീസിലിരുന്നിട്ട് സിവിൽ വർക്ക് ചെയ്യുന്ന ആളല്ല. ആക്ച്വലി ഞാൻ എൻ്റെ ജോലി ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് സൈറ്റ് ഇൻചാർജ് ഉണ്ടായിരുന്നു. സോ ഇത്രയും വലിയ പ്രോജക്ട്സുകളൊക്കെ ചെയ്യുമ്പം നമുക്ക് ഓൾമോസ്റ്റ് ജെൻസ് ഉള്ളൊരു ഫീൽഡാണ് സിവിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ്, എസ്പെഷ്യലി ദുബായിൽ. അപ്പോൾ ഇത്രയും വലിയ ഹൈ റൈസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് കൺട്രീസിലുള്ള ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്, ടൈപ്പ് ഓഫ് പേഴ്സൺസിനെയാണ്. അപ്പോൾ അവരുടെ കൂടെ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവരുടെ അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ആ ഒരു രുദ്ര പോലെ തന്നെയാണെന്നാണ് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് സൈറ്റ് പോകും വരും, അപ്പോൾ ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്യണം. അപ്പോൾ ജോലി എനിക്കൊരു പാഷനാണ്. എനിക്ക് ജോലിയും ഇതേപോലെ തന്നെ പാഷനാണ് ജോലിയും. അങ്ങനെ പാഷനൊക്കെ എടുക്കുന്ന എനിക്ക് ഒരിക്കലും ഇതിലേക്ക് വന്നപ്പം ഒരു വലിയതായിട്ട് ചേഞ്ച് ചെയ്ത് വരണം അങ്ങനെ തോന്നിയിട്ടില്ല. ക്യാരക്ടറും ഡയലോഗ്സുകളൊക്കെ സാറ് പറഞ്ഞത് പ്രകാരം ഞാൻ മാറ്റി ചെയ്തു എന്നല്ലാതെ, പിന്നെ ഡ്രസ്സുകളിലെ കുറച്ച് മാറ്റങ്ങൾ അല്ലാതെ മെൻ്റലി ഫിസിക്കലി എനിക്ക് അത്രമാത്രം എഫർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. സിനിമയുടെ റിലീസ് ടൈമൊക്കെ? റിലീസ് ഡയറക്ടറിൻ്റെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിഞ്ഞത് ജൂണിലാണ്. മെയിൽ എൻഡെന്നായിരുന്നു പറഞ്ഞത്. ടെക്നിക്കൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, സെൻസർ നടന്നില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ ജൂണിലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജൂണിലുണ്ടാവും. എന്തായാലും രുദ്ര സിനിമ വൻ വിജയമാവട്ടെ, നമ്മളെല്ലാവരും ആശംസിക്കുന്നുണ്ട്. സിനിമാ രംഗത്തേക്ക് എത്തുന്നത് ഒരു നിർമ്മാതാവായിട്ടാണ്. അപ്പോൾ ഒരു നിർമ്മാതാവ് എന്നുള്ള രംഗത്തേക്ക് എത്താനുണ്ടായിരുന്ന സാഹചര്യം എന്തായിരുന്നു? ആക്ച്വലി ഞാൻ നിർമ്മാണ രംഗത്ത് വന്നത് ഇപ്പോഴല്ല, 6 years ബാക്കാണ്. അപ്പം അന്ന് ഞാൻ എൻ്റെ കരിയറിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നൊരു സമയമാണ് ദുബായിൽ. ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തത്, ഒറ്റയ്ക്ക് നിർമ്മാണ രംഗത്ത് വന്നതല്ല. നമ്മൾ ദുബായിൽ അറിയാം, എല്ലാവർക്കും അറിയാം, ദുബായ് ഈസ് ദ ഹബ് ഓഫ് സിനിമ പ്രൊഡക്ഷൻ. കുറേ ആൾക്കാരും കൂടെ ഉണ്ടുള്ള, അപ്പോൾ നമുക്ക് കുറേ ബന്ധങ്ങളുണ്ട് അവിടെ, അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പറയുന്ന, എസ്പെഷ്യലി എൻ്റെ സിനിമേനോടുള്ള ഇഷ്ടമാണ് അതിൻ്റെ അവരെ കൂടെ ഞാൻ വർക്ക് ചെയ്തതെന്നുള്ള. പക്ഷെ ഞാനപ്പൊന്നും ആ സിനിമയിലൊന്നും അഭിനയിക്കുക അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് വലിയ വേഷങ്ങൾ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സിനിമയിലേക്ക് ചെയ്യണം എന്നുള്ള, അഭിനയിക്കാൻ അപ്പം പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് നിർമ്മാണത്തിൽ അന്ന് തന്നെ പ്രേരിപ്പിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് നിർമ്മാണം അത്ര വലിയ നല്ല പരിപാടിയല്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ അഭിനയിക്കാമെന്നാണ് തീരുമാനിച്ചത്. കലാഭവമണി ചേട്ടൻ്റെ മായാപുരി, അദ്ദേഹത്തിൻ്റെ മൂവിയിൽ കോപ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ സിനിമയിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ആ പടത്തിലും ഉണ്ടായിരുന്നു. ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ വളരെ ചെറുതായപ്പോൾ തന്നെ എൻ്റെ വീട്ടിലാരും എനിക്ക് ഈ സിനിമയ്ക്ക് സപ്പോർട്ടല്ലേ, സിനിമ ചെയ്തു നീ വരണം, അല്ലെ ഞങ്ങളുടെ സ്വപ്നം കൂടെ, അങ്ങനെ ആരുമില്ല. അവളുടെ ആഗ്രഹം ചെയ്തോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരും കലാപരമായിട്ട് എൻ്റെ ഭ്രാന്ത് മാത്രമാണ് സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ദുബായിലുള്ള ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്, കോർപ്പറേഷനാണ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി അത് വളരെ സാമ്പത്തികമായിട്ട് ഞങ്ങളെല്ലാം പ്രശ്നമാക്കിയതിൻ്റെ പേരിലാണ്. പിന്നെ സിനിമ പ്രൊഡക്ഷൻ തന്നെ വേണ്ട, ഞങ്ങൾക്കൊക്കെ എന്തിനാ, നമ്മൾ സിനിമേനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പം വെയിറ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുക തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് എസ്പെഷ്യലി ഞങ്ങൾക്ക് അറിയില്ല, അവിടെ നമ്മളെല്ലാവരും വിശ്വസിക്കും, നമ്മളെല്ലാവരും പറയുന്നത് കേൾക്കും, നമ്മൾ വിചാരിക്കും ഓക്കെ അവർ പറയുന്നത് ശരി, അങ്ങനെയല്ല സിനിമ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2-3 സിനിമേൻ്റെ പ്രൊഡക്ഷൻ ഭാഗമാവേണ്ടി വന്നു. അന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പം നല്ല ബോധം വെച്ചു ഞങ്ങൾക്കൊക്കെ. ഇപ്പം പ്രൊഡ്യൂസ് ചെയ്തതിൽ ഭയങ്കര പണി കിട്ടി എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു സ്ത്രീ ഇനിയിപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോട് എന്താണ് പറയാനുള്ളത്?
എല്ലാവരും ഈ രംഗത്തേക്ക് വരണം. ആരും വരരുതിക്ക് പണി കിട്ടിയെന്ന് ഞാൻ പറയില്ല, എല്ലാവരും വരണം. ബിക്കോസ് പക്ഷേ വരുന്ന സമയത്ത് നിങ്ങൾ പഠിക്കണം. സിനിമേനോടുള്ള അതിയായ ആഗ്രഹം അല്ലെങ്കിൽ സിനിമേനോടുള്ള ഇഷ്ടം കൊണ്ട് ഓടി ചെന്നിട്ട് ആൾക്കാർ പറയുന്നത് കേട്ട് അതിനകത്ത് തലവയ്ക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ ചാർട്ടുണ്ടാക്കി കറക്റ്റ് ചാർട്ടബിളായിട്ട് നമ്മളത് പഠിച്ച് മനസ്സിലാക്കി ഇത് എങ്ങനെ അവർ കൊണ്ടുപോകും. പിന്നെ ഫോളോ അപ്പ് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. നമ്മൾ ഏൽപ്പിക്കുന്ന ആളെ അല്ലെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ഫോളോ അപ്പ് ചെയ്ത് എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ മനസ്സിലാക്കുക. ആരും പിന്തിരിഞ്ഞു പോകരുത്. ലേഡീസ് വരണം. അവരവരുടെ പെർഫോമൻസിൽ എല്ലാ മേഖലയിലും അതുപോലെ തന്നെ ഈ മേഖലയിലും വന്ന് നന്നായിട്ട് പെർഫോം ചെയ്യണം. ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ കുറേ ആൾക്കാർ. നാളെ എനിക്കും ഞാൻ ഓടിപ്പോയി ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാനും നാളെ എനിക്ക് ആപ്റ്റായിട്ടുള്ള അങ്ങനെ ഒരുപാട് എനിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ സക്സസ് ആവും, എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ കിട്ടും. അങ്ങനെ ഒരു ലെവൽ വരുമ്പോൾ ഞാൻ എന്തായാലും ചെയ്തിരിക്കും.